ഞാൻ അന്ത്യപ്രവാചകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. അത്രയും കാലം മക്കക്കാർക്ക് അമീൻ വിശ്വസ്തനും നല്ല ആളുമായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നീട് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെ ഒരു കാലമാണ് മക്കത്ത്. 13 വർഷത്തോളം അക്രമങ്ങളുടെ പരമ്പര, മാസങ്ങളോളം വർഷങ്ങളോളം ഉപരോധവും പട്ടിണിക്കിടലും പ്രശ്നങ്ങളും. അപ്പോൾ ഏതവസ്ഥയിലാണ് ആദർശം വരുന്നത് നോക്കണം. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ഒരു വസ്തു, അതിനപ്പുറം ഒരു അവകാശമില്ലാത്തൊരു കാലത്താണ് ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം അടുക്കളുള്ള പല അവകാശങ്ങളും കൊണ്ടുവരുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ മഹർ നൽകി വിവാഹം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ സ്ത്രീകളെ സംരക്ഷിക്കാനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് സാധനം. ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ആളുകളൊക്കെ ഇതിനെതിരാവുകയാണ്. അവരുടെ എൻജോയ്മെൻ്റാണ് പെണ്ണ് കള്ളു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിരോധിക്കപ്പെടുകയാണ്. അപ്പോൾ അക്രമാസക്തരായിട്ട് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾ പാപ്പരാസികൾ പറയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം എന്നൊരു ആദർശം കൊണ്ടുവന്നുള്ളത്. എന്തുമാത്രം ഒരു അബദ്ധ ചിരി വരും അത് കേൾക്കുമ്പോൾ. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ആദർശം ഒന്ന് ഉപേക്ഷിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് വലത് കൈയിൽ ചന്ദ്രനെ ഇടത് കൈയിൽ സൂര്യനെ ഞങ്ങൾ വെച്ച് തരാമെന്ന് മക്കക്കാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് പെണ്ണിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഉപേക്ഷിച്ചാൽ പോരെ. അപ്പോൾ ഈ 13 വർഷത്തെ അക്രമ പരമ്പരയൊക്കെ കഴിഞ്ഞ് ഹിജ്റ പോവാണ്, നാട് വിട്ടിട്ട് മദീനത്തേക്ക് പോവാണ്. ഈ മദീനയിലെത്തിയതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് മദീന ചാർട്ടർ. ലോകത്ത് ഇന്നും ലിഖിത ഭരണഘടനയുടെ ആദ്യ രൂപമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ മദീന ചാർട്ടർ എന്ന് പറയുന്നത്. നിരക്ഷരനായ ഒരു മനുഷ്യനാണ് അത് തയ്യാറാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എല്ലാ മതവിഭാഗങ്ങൾക്കും, ജൂതന്മാരുണ്ട്, ബൗദ്ധ വിശ്വാസികളുണ്ട്, എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും ഉറപ്പുവരുത്തി ഒരു മതേതര സ്വഭാവമുള്ള ഒരു ഭരണഘടനയായിരുന്നു അത്. എല്ലാവർക്കും സംരക്ഷണം, ഒരുമിച്ച് രാജ്യത്തെ സംരക്ഷിക്കുക, കച്ചവടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരണം, അങ്ങനെ തമ്മിലടിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ ഒരു രാഷ്ട്രമാക്കി പരിവർത്തിപ്പിച്ചെടുക്കുകയാണ്. ഭൗതികപരമായി നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇന്നും രാജ്യങ്ങളുടെ മാതൃക അതാണ്. തുടർന്ന് ബാക്കിയുള്ളത് സംസാരിക്കാം.